എങ്ങനെയുണ്ടായിരുന്നു നിജി? ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലേ? സന്തോഷ്, എങ്ങനെയുണ്ടായിരുന്നു ചോദ്യങ്ങള്? ഓക്കെ, സോ ലെറ്റ്സ് സീ ദ സ്കോർ. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പുഞ്ചിരി. പുഞ്ചിരിയാണ് നിങ്ങൾക്ക് ഇഷ്ടം. കണ്ണുകൾ, അപ്പൊ കണ്ണുകളൊന്നും നോക്കാറില്ല അല്ലെ? ചിരിക്കുന്നുണ്ടോന്നില്ല, അതാ നോക്കാറില്ല. രാത്രി ചിലപ്പോ കണ്ണ് കാണില്ല, ചിരിക്കുമ്പോ ശബ്ദം കേൾക്കും. അതാണ് എന്തായാലും പ്രഥമ ദൃഷ്ടി പറഞ്ഞ ആദ്യത്തെ കാണുന്നതാണ്, ഫസ്റ്റ് വോട്ട് യു സി. എന്തായാലും നോ പ്രോബ്ലം, മാച്ച് ആണ്. 5 പോയിന്റ് ആണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നോക്കാം. ഒബ്വിയസ്ലി ആദ്യം കണ്ടുമുട്ടിയതാണ് എല്ലാവർക്കും ഓർത്ത് വെക്കാൻ പറ്റുക. അപ്പൊ 10 പോയിന്റ് ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നോക്കാം. ഭാര്യയ്ക്ക് ഡീൽ ഓർ നോ ഡീൽ? എനിക്ക് ആശുവാണ് ഇഷ്ടം, പിന്നെ ഭർത്താവിന് ഇഷ്ടം, നിങ്ങളുടെ ചോയ്സ്. വെരി ഗുഡ്. എനി ഹൗ, നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം നോക്കാം. യെസ്, രണ്ടുപേരുടെ ഇഷ്ടം കുടുംബത്തോടൊപ്പമാണ്. അപ്പോ 15 പോയിന്റ്. 3 കറക്റ്റ് ആൻസേഴ്സ്, 1 മാത്രം തെറ്റിപ്പോയി. കുഴപ്പമില്ല, ഇനി നമുക്ക് കുറെ റൗണ്ട്സ് ഉണ്ടല്ലോ, നമുക്ക് കളിക്കാം. രണ്ടാമത്തെ കപ്പിൾ റെഡി അല്ലേ? ഓക്കെ, വരിക. ആദ്യത്തെ ചോദ്യം, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കും? ഒച്ചത്തിൽ സംസാരിക്കും, നിശബ്ദനായിരിക്കും? രണ്ടാമത്തെ ചോദ്യം, എത്ര കുഞ്ഞുങ്ങൾ വേണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? 1, 2. മൂന്നാമത്തെ ചോദ്യം, അത്താഴം കഴിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് സംസാരിക്കാൻ, TV കാണാൻ? ലാസ്റ്റ് ചോദ്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം ഏത്? ഓലൻ, അവിയൽ? ഓക്കെ, കഴിഞ്ഞല്ലോ. പ്ലീസ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. എന്തായാലും സ്കോർ നോക്കാം. ദേഷ്യം വരുമ്പോ നിശബ്ദനായിരിക്കും അല്ലെ രണ്ടുപേരും? അതെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ജിജോന് ഇഷ്ടം 2 കുഞ്ഞുങ്ങൾ. പ്രീതയ്ക്ക് ഇഷ്ടം 1 കുഞ്ഞ്. ഇതിന്റെ കാര്യം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല? ഒരു സമയത്ത് തന്നെ ട്വിൻസ് ആയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ? അങ്ങനെയില്ല, അങ്ങനെയില്ല. ഞങ്ങളുടെ ആഗ്രഹം വന്നിട്ട് ഒന്ന്. ഞങ്ങളല്ല, ഇതിപ്പോ ഞങ്ങളല്ലല്ലോ ഇവിടെ. എനിക്ക് ഞങ്ങളൊന്നും കാണില്ല ഇവിടെ. ഇപ്പൊ എനിക്ക് മാത്രമേ കാണുള്ളൂ. ഞങ്ങളുടെ രണ്ടാളും സെയിമാ. ഒരു കുട്ടി ഞങ്ങളുടെ, പിന്നെ ഒരു കുട്ടി ഓർഫനിൽ നിന്ന് എടുക്കണം, അങ്ങനെ ഒരു. അപ്പൊ അതിന് 1 വെച്ചു. അങ്ങനെ. പക്ഷെ ആ കൺഫ്യൂഷൻ ഇവിടെ വന്നപ്പോ നല്ലൊരു ഇതാണ്. നോട്ടം നല്ലതാണ്. എന്തായാലും മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. അത്താഴം കഴിക്കുമ്പോ TV നോക്കാനാ ഇഷ്ടം അല്ലെ? സംസാരിക്കാൻ ഇഷ്ടമല്ല? അങ്ങനെയില്ല. നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. എനിക്കും ഇഷ്ടം അവിയലാണ്. അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ തിങ്ക് ഏറ്റവും നല്ല ഒരു സിമ്പിൾ എന്താ പറയാ കറിയാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, നിങ്ങളുടെ സ്കോർ 15. കുഴപ്പമില്ല. 3 ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ, 1 ചോദ്യത്തിന്റെ തെറ്റായി. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. വെരി ഗുഡ്. ഇനി നമുക്ക് ഒരു കപ്പിളിന്റെ ഇഷ്ടം അറിയാണ്ട്. നസീം ആൻഡ് ഷിജീന, പ്ലീസ് കം. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആണ് എന്റെ വക. സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ കടക്കാം. നിങ്ങൾ കൂടുതൽ പണം ചിലവഴിക്കുന്നത് എന്തിനാണ്? ഭക്ഷണത്തിന് വേണ്ടി, വസ്ത്രങ്ങൾക്ക് വേണ്ടി? രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ ഇഷ്ട നായിക ആര്? മീര ജാസ്മിൻ, നവ്യ നായർ? മൂന്നാമത്തെ ചോദ്യം, മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? ഡ്രൈവിംഗ്, വീട്ടിലിരിക്കാൻ? നാലാമത്തെ ചോദ്യം, ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താ? ക്യാഷ്, ക്രെഡിറ്റ് കാർഡ്? പ്ലീസ്. എങ്ങനെയുണ്ടായിരുന്നു ഷിജീന? മഴ പെയ്യുമ്പോഴെല്ലാം ചോദ്യം കേട്ടപ്പോ ഭയങ്കര പുഞ്ചിരി. മഴ പെയ്യുമ്പോ നനയാനോ ഇഷ്ടം, അല്ലാതെ കുട പിടിക്കാനോ? നനയാൻ. ഓ, സോ റൊമാൻറ്റിക്. നമുക്ക് സ്കോർ നോക്കാം. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ഭക്ഷണത്തിന് വേണ്ടിയാണ് കൂടുതൽ പണം ചെലവഴിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാണാം. 2 പേര് ഇഷ്ട നായിക മീര ജാസ്മിൻ ആണ്. ശ്വേതാമേനോൻ ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശ്വേതാമേനോനെ പറഞ്ഞ. അതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്ഷൻ തരാത്തത്. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടം. നസീം, ഐ ലവ് യു നസീം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ഡ്രൈവിംഗും ചെയ്യണം, നനയും ചെയ്യണം അല്ലെ? നനയണ്ടും ചെയ്യണം അല്ലെ?
അല്ല മഴയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ കാരണമുണ്ട്. അപ്പൊ ഞാനും ഇവളും എന്റെ ഉമ്മായും കൂടെ പുറത്തു പോയപ്പോ നല്ല മഴയുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രാത്രി ഉമ്മായെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്ത് മഴയത്ത് പോയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് മഴ കൂടുതൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു. വന്നിട്ടുണ്ടോ? എവിടെ ഉമ്മ? ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നസീമും ഷിജീന എങ്ങനെ കളിക്കുന്നുണ്ട്? നന്നായിട്ടുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാട്ടോ അവിടെ കേട്ടോ. നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം നോക്കാം. അവിടെ തെറ്റി. ഭർത്താവിന് ക്യാഷ് കൊടുക്കാനാണ് താല്പര്യം, ഷിജിനയ്ക്ക് ക്രെഡിറ്റ് കാർഡ്. 3 കപ്പിൾസ് നന്നായി കളിച്ചിട്ടുണ്ട്. 15 പോയിന്റ്സ് ആണ്. ഇനി നമ്മളുടെ വിവൽ ഹണിമൂൺ ട്രാവൽസ് രണ്ടാമത്തെ റൗണ്ടാണ്. എനിക്കറിയാം, നിനക്കറിയാം. ഈ റൗണ്ട് നന്നായി കളിക്കുക. ബിക്കോസ് ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും മാർക്സ് കൂട്ടിയിട്ടാണ് നമ്മൾ തേർഡ് റൗണ്ട് പോവാ. അപ്പൊ നമുക്ക് തുടങ്ങാം രണ്ടാമത്തെ റൗണ്ട്. എനിക്കറിയാം, നിനക്കറിയാം. ഇതൊരു ബസർ റൗണ്ടാണ്. 5 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ഭർത്താവ് ബസർ അമർത്തിയാൽ ഭാര്യയാണ് ഉത്തരം പറയാം. ഓക്കെ? ഭാര്യ ബസർ അമർത്തിയാൽ ഭർത്താവ് ഉത്തരം പറയും ഓബ്വിയസ്ലി. പക്ഷെ അത് ആലോചിക്കണം. എന്റെ ചോദ്യം ഫുള്ളായി കറക്റ്റായി കേൾക്കണം. അത് കഴിഞ്ഞ് മാത്രം ബസർ അമർത്തിയാൽ മതി. സോ തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ് അഗൈൻ. ആദ്യത്തെ ചോദ്യം. മലയാളത്തിന്റെ അഭിമാനമായ ശ്രീശാന്തിന്റെ സഹോദരി ഭർത്താവ് പിന്നണി ഗായകനാണ്. അദ്ദേഹത്തിന്റെ പേര് പറയാമോ? ഷിജീനയാണ് ബസർ അമർത്തിയെന്ന്. സോ നസീമാണ് ഇതിന്റെ ഉത്തരം പറയാ. മധു ബാലകൃഷ്ണൻ. ഉറപ്പാണോ? ഉറപ്പാണ്. നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ. എന്തായാലും ഉത്തരം ശരിയായി. അപ്പൊ 5 പോയിന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എബ്രാഹിം ലിങ്കൺ എന്ന സിനിമയിലെ നായകന്മാർ ആരാണ്? ഷിജീന ഹാസ് പ്രസ്ഡ് അഗൈൻ. അപ്പൊ നസീമാണ് ഉത്തരം. കലാഭവൻ മണി, റഹ്മാൻ. കണ്ടിട്ടുണ്ടോ പടം? ഇല്ല. ഓക്കെ, എന്തായാലും ഉറപ്പാണോ? കലാഭവൻ മണി, റഹ്മാൻ. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ഞാൻ അതിലൊരു ചെറിയ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് കണ്ടിട്ടുണ്ടോ. 3 ചോദ്യമുണ്ട്. നമുക്ക് ഇതിന് ഓവർകം ചെയ്യാം നിങ്ങൾ 2 പേർക്കും. സോ പ്ലേ ഇറ്റ് വെൽ. 3ാമത്തെ ചോദ്യം. തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തോടെ ചേർന്നുള്ള പ്ലാനറ്റോറിയത്തിന്റെ പേര്. ഓ, ഷിജിന പിന്നെയും. നസീം ആൻസർ. ഇന്ദിരാഗാന്ധി പ്ലാനറ്റോറിയം. ഇന്ദിരാഗാന്ധി പ്ലാനറ്റോറിയം. നമുക്ക് നോക്കാം. ഓ, ഇന്ദിരാഗാന്ധി അല്ല, പ്രിയദർശിനി പ്ലാനറ്റോറിയം ആണ്. പ്രിയദർശിനി ഇന്ദിരാഗാന്ധി തന്നെ. ഓ, അങ്ങനെ. എന്തായാലും പ്ലാനറ്റോറിയത്തിന്റെ പേര് പ്രിയദർശിനി പ്ലാനറ്റോറിയം ആണ്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി പ്ലാനറ്റോറിയം അല്ല. ഉത്തരം തെറ്റാണ്. 4ാമത്തെ ചോദ്യം. അറിയില്ല. സോ സ്വീറ്റ്. ഓക്കെ. കേന്ദ്ര പ്രവാസകാര്യ സഹമന്ത്രി ആരാണ്? ഷിജിന. നസീം. വയലാർ രവി. വയലാർ രവിയോ? ഉറപ്പാണോ? ഉറപ്പ്. വയലാർ രവി. നോക്കാം. ഓക്കെ. 5ാമത്തെ ചോദ്യം. ഏത് ഹിന്ദു ദൈവത്തിന്റെ പേരിൽ നിന്നാണ് അന്തമാൻ എന്ന് പേരുണ്ടായിരുന്നത്? ഷിജിന അഗൈൻ. നസീമിൽ എന്തായാലും സൗദിയിൽ ഇരുന്നിട്ട് ജനറൽ നോളേജിനെ കുറച്ച് കൂടുതൽ പറയൂ. ഹനുമാൻ. ഗസ് ആണോ അല്ലാതെ കറക്റ്റ് ഉത്തരമാണ്? ഗസ് ആണ്. നമുക്ക് നോക്കാം. കറക്റ്റ്.